നാളെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ ഗസക്കാർക്ക് പുതിയൊരു പുലരിയാണ്, പുതിയൊരു പകലാണ്, അതിജീവനത്തിനുള്ള പുതിയ അധ്യായങ്ങളാണ്. മുന്നനുഭവങ്ങൾ വെച്ച് എങ്ങനെയായിരിക്കും ഈ നാളുകളെയും അതിജീവിക്കുക ഗസക്കാർ? മുഴുവൻ തകർന്നു കിടക്കുകയാണ്. നേരത്തെ ഫൈസൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും തകർന്നു കിടക്കുന്ന, സീറോയിൽ നിന്ന് തുടങ്ങേണ്ട ഒരു ജനത, അവരെങ്ങനെയായിരിക്കും ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുക? സൈഫുദ്ദീൻ, ഒരുപക്ഷെ നമ്മുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഗസൻ ജനതയും പലസ്തീൻ സമൂഹവും ഉൾക്കൊണ്ടത്. പക്ഷെ നിങ്ങൾ നോക്കുക, ഈ ഗസ സിറ്റിയിലെ സരയ ചത്തുരത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ ഈ 15 മാസത്തെ അരുങ്കൊലകളും വംശഹത്യകളും എല്ലാം സൃഷ്ടിച്ച, അവരുടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് അവസരം ഒരുക്കി കൊടുത്ത പിന്നെ ആര് എന്നതല്ല, അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് അവർ നൽകുന്ന ഏറ്റവും വിസ്മയകരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് ഇന്ന് വൈകിട്ട് ലോകം സാക്ഷിയായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം, ഗസ നിവാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട 3/4 നൂറ്റാണ്ടായി അവർ തുടരുന്ന അതിക്രൂരമായിട്ടുള്ള വംശഹത്യയുടെ, വർണ്ണവിവേചനത്തിന്റെ, ക്രൂരതയുടെ ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനപ്പുറം മറികടക്കാനും ഈ ഇച്ഛാശക്തിയോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി ഈ സാഹചര്യങ്ങളെ നേരിടാനും തങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു വിളംബരപ്പെടുത്തൽ കൂടിയാണ് ആ ജനത നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുന്ന ഒരു ഗസയെ പുനർനിർമ്മിക്കുക ഒരുപക്ഷെ ഈ മനുഷ്യർക്ക് അസാധ്യമായിരിക്കാം, എങ്കിൽ പോലും അവർക്ക് വലിയ പ്രത്യാശ അവർ പുലർത്തുന്നുണ്ട്. അത് മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പുനർനിർമ്മിച്ചുകൊണ്ട് വീണ്ടും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന് സന്നദ്ധമാകാൻ അവർക്ക് സാധിക്കും. പക്ഷെ പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 85,000-ഓളം ടൺ സ്ഫോടക വസ്തുക്കളും അതോടൊപ്പം തന്നെ അവശിഷ്ടങ്ങളുമാണ് ഈ ഗസയിൽ ഇപ്പോൾ. ഇത് നീക്കം ചെയ്യാൻ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 കൊല്ലമെങ്കിലും വേണ്ടിവരും എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതൊക്കെ ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതെല്ലാം പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ്. പക്ഷേ മനുഷ്യ രാഷ്ട്രീയയുടെ അല്ലെങ്കിൽ ഈ പരിഷ്കൃത സമൂഹത്തിൽ നടന്ന ഏറ്റവും അരുങ്കൊലകളും ഈ വംശഹത്യകളും ഒക്കെ നിലനിന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിനതീതമായിട്ട് ഉയർന്നു വരാൻ ഈ ജനതയ്ക്ക് സാധിക്കുമെന്ന് അവർ പോയ കാലത്തൊക്കെ തെളിയിച്ചതാണ്. അത് അന്തർദേശീയ സമൂഹവും അറബ് മുസ്ലിം ലോകവും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ആ പിന്തുണ സാമ്പത്തികമായും അല്ലാത്തതുമായ പിന്തുണ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗസ വീണ്ടും പുനർനിർമ്മിക്കാൻ ആ ജനത പ്രാപ്തമാണ്. പക്ഷേ നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പോലും ഒരു പ്രതീക്ഷ പൂർണ്ണമായിട്ടും വെക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പോലും നിലനിൽക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോയത്. കാരണം ഈ കരാർ എല്ലാ ഉടക്കുകളും മുന്നോട്ട് വെച്ചുകൊണ്ട്, എല്ലാ പ്രതിബന്ധങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഈ കരാറിൽ നിന്ന് ഇപ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാൻ, ഇനിയും ആക്രമണം നടത്താൻ തങ്ങൾ വൈമുഖ്യം കാണിക്കുകയില്ല എന്ന് കൂടിയാണ് നെതന്യാഹു ഇന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ട്രംപ് നാളെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുമ്പോൾ ട്രംപിന്റെ ഇനി അങ്ങോട്ടുള്ള ഇസ്രായേലിനോടുള്ള ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള സമീപനം ഏത് രീതിയിലായിരിക്കും ഗസയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അമേരിക്ക പോലും അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം പോലും തുറന്ന പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു യുദ്ധമാണ് അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊരുതുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനം വരെ ചെറുത്തു നിൽക്കും. പക്ഷേ അതുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമമായി എന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. കാരണം ആദ്യഘട്ടത്തിന്റെ 16-ാം ദിവസമാണ് ഇനി തുടർഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടത്. ആ സമയത്ത് ഏതെങ്കിലും സാങ്കേതിക വാദങ്ങളും മറ്റും ഉയർത്തിക്കൊണ്ട് ഈ കരാറിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഇന്ന് ബെൻഗവർ രാജിവെച്ചിട്ടുണ്ട്. സ്മോട്രിക് ആണെങ്കിൽ ഗസയെ പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കണം എന്നൊരു നിർദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് താൻ തുടരുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരം സമ്മർദ്ദം, ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സമ്മർദ്ദമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ എന്ത് നേടി എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഇസ്രായേലി സമൂഹത്തിനുള്ളിൽ ഉയരുന്നുണ്ട്. അത് രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ തോതിലുള്ള ഒരു ആശങ്കയിൽ കൂടിയാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നെതന്യാഹുവിന്റെ തീരുമാനം, അതോടൊപ്പം തന്നെ ട്രംപിന്റെ സമീപനം, ഇത് രണ്ടും ഈ വിരുദ്ധ കരാർ അല്ലെങ്കിൽ ഈ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ പൂർണ്ണമായിട്ടും അതിനെ ആശ്രയിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഗസൻ ജനതയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇനിയും തിരിച്ചടികൾ ഉണ്ടായാലും നേരിടാൻ തങ്ങൾ ഒരുക്കമാണെന്ന അസാമാന്യമായിട്ടുള്ള ഇച്ഛാശക്തിയാണ് അവരുടെ ഇന്നത്തെ ഈ പ്രകടനങ്ങളിലും അവരുടെ ഇന്നത്തെ ഈ ആൾക്കൂട്ടത്തിന്റെ സമീപനങ്ങളിലും ഒക്കെ തെളിയുന്നത്. ഏതാണ്ട് 46,800 പേരാണ് ഇതിനകം വധിക്കപ്പെട്ടത്. അതിൽ തന്നെ 18,000-ത്തിലധികം കുട്ടികളാണ്, ഏതാണ്ട് 14,000-ത്തിലധികം സ്ത്രീകളാണ്. ഈ വസ്തുതയൊക്കെ നമ്മൾ ഈ ഘട്ടത്തിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
കൊല്ലപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 200-ലധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 1000-ലേറെ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ചോരയൊന്നും വെറുതെ ആവില്ല എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് ഗസയിലെ ഈ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള അവസ്ഥയെ മറികടന്നിരിക്കുന്ന നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ ഈ ഏറെക്കുറെ ഒരു മികച്ച രാവ് അവർക്ക് ലഭിച്ചുവെങ്കിൽ പോലും നാളെ ഏത് സ്ഥിതിയായിരിക്കും കാത്തിരിക്കുക എന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ആ ജനതയ്ക്കുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗസ ജനതയെ, പലസ്തീൻ ജനതയെ ഏതെങ്കിലും നവീന ആയുധങ്ങൾ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നീണ്ട യുദ്ധങ്ങളിലൂടെയോ ആ ജനതയെ അമർച്ച ചെയ്യാനോ പരാജയപ്പെടുത്താനോ സാധിക്കുകയില്ല എന്ന ശക്തമായിട്ടുള്ള ഒരു വിളംബരവും ഒരു പ്രതീകാത്മകമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ഗസൻ ജനത ഈ രാവിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ.